ഇപ്പോഴും വയലൻസും കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടം ചർച്ച ചെയ്യപ്പെടുന്നു. അതിനിടയ്ക്ക് ആൾക്കാർക്ക് ഒരു ചൂടുള്ള സമയത്ത് മഴ പെയ്യുന്ന പോലെ ഒരു നല്ലൊരു കോമഡി പടം കിട്ടി. നല്ല സിനിമകൾ എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ. കണ്ടന്റുകൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പരിവാറും ഉള്ളത്. തിയേറ്ററിൽ റെസ്പോൺസ് വരുന്നുണ്ട്, ചിരി വരുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു 90s മൂവി ആണെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. എന്തായാലും ആ ഒരു സന്തോഷം സ്വാഭാവികമാണല്ലോ. കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിൽ വയലൻസിൻ്റെയും ഡ്രഗ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു അതിപ്രസരം ഉണ്ട്. ജഗദീഷ് ചേട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയും അവരൊക്കെ ആ പഴയ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ കണ്ടതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ട്. ജഗദീഷ് ചേട്ടന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നെ അവർ മൂക്ക് കയറിട്ട് കറക്റ്റ് നിർത്തിയെ കാണുന്ന ആൾ ഇൻ്റർവ്യൂസിലും പറഞ്ഞായിരുന്നു. ഒന്നുകിൽ ചില സമയത്ത് കൃഷ്ണനെ പോലെയാണ്, ചില സമയത്ത് ശകുനിയെ പോലെയാണ്. പടം എഴുതുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാർ ജഗദീഷ് ശ്രീകുമാർ, മാളച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവരൊക്കെ ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്, സോ മച്ച് ഹാപ്പി. ഇപ്പോൾ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെയും സന്തോഷമുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മ തിയേറ്ററിന് മുൻപിലാണ്. പരിവാർ എന്ന മൂവി കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത്. ആ മൂവിയുടെ സക്സസ് സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. താരങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പരിവാർ മൂവി ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് താരങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം. വിശേഷങ്ങളിലേക്ക് പോവാം. ഹായ് ഹലോ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഫാമിലി ഓഡിയൻസ് നമ്മുടെ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്കുണ്ട്. കാരണം ഹൗസ്ഫുൾ ഷോ ആണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തിയേറ്റർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. തമാശകൾ അവർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പടം ഇറക്കുമ്പോൾ നമുക്കൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം വർക്കാവുന്നുണ്ട്. കാരണം ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ഇറക്കിയത്. കാരണം പഴയകാല ഒരു 90s വൈബ് സിനിമകളൊക്കെ ആസ്വദിക്കാൻ, കാരണം ഇപ്പോൾ കുറേ ആയല്ലോ അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വീണ്ടും ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഇറക്കാം. കാരണം ഒരു നൊസ്റ്റാൾജി ആയിരിക്കും പഴയ ആൾക്കാർക്കൊക്കെ. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇറക്കിയത്. പിന്നെ ജഗദീഷ് ചേട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയും അവരൊക്കെ ആ പഴയ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ കണ്ടതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ പുതിയതായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരുടെയൊക്കെ പെർഫോമൻസിന് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പാട്ട് എന്താണെന്നറിയില്ല, അത് അതിൻ്റെ വീഡിയോ സോങ് റിലീസായി. അതിപ്പോൾ ട്രെൻഡിങ്ങിലേക്കൊക്കെ കയറുന്നുണ്ട്, നല്ല കുറേ റീച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും നല്ല റെസ്പോൺസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് കട്ടിങ്, ഒരു സക്സസ് സെലിബ്രേഷൻ ഒക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പത്മയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, സോ മച്ച് ഹാപ്പി. കാരണം നമ്മുടെ സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്, പാട്ടുകൾക്ക് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടു ബി ഫ്രാങ്ക്, ഇപ്പോൾ എക്സാം സീസണൊക്കെയാണ്, നൊയമ്പാണ്. ഇത് ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും നമുക്ക് ആൾക്കാരുണ്ട്, ഫാമിലി ഓഡിയൻസ് നമ്മുടെ സിനിമകൾ കാണാനും ആസ്വദിക്കാനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞു വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇപ്പോൾ ആകെ നമുക്കൊരു തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത് ഈ സമയം നമ്മളെ ബാധിക്കുമോ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല സിനിമകൾ എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ. കണ്ടന്റുകൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പരിവാറും ഉള്ളത്. ആൾക്കാർ വരുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജുകളൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. പലതിനും ഇപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ആരാധകരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ല, പിന്നെ നമ്മളൊക്കെ ഒരു മെയിൻ ഇവരുടെയൊക്കെ കൂടെ, ഇന്ദ്രൻ സാറിൻ്റെയും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ഒരു ത്രൂ ഔട്ട് വേഷത്തിൽ ചെയ്യാൻ പറ്റും. ആ സിനിമകൾ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് തിയേറ്ററിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും കാലത്തെ ഒരു സ്വപ്നമാണ്. കുറേ ആഗ്രഹിച്ചിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു സ്വപ്നം സാഫല്യമാക്കുന്നതിൻ്റെ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. വേറെ എന്തായാലും ഒരുപാട് സന്തോഷം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. അതെ, അർജുനനാണ് ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം. ഷർട്ടിടാത്ത കഥാപാത്രമാണ്. ഈ ലുക്കിൽ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോൾ എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. ഞാൻ ഹെയർ സ്റ്റൈലൊന്ന് കുറച്ചും കൂടി ഗ്ലാമർ ആവാമെന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ മാറ്റി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സിനിമയിൽ ഷർട്ടിടാത്ത കഥാപാത്രം, ത്രൂ ഔട്ട് ഷർട്ടിടാത്ത കഥാപാത്രമാണ് ഞാൻ. ഷർട്ടും തോളിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ, അർജുനൻ. അപ്പോൾ ഇനി ഡയറക്ടറിലേക്കൊന്ന് പോവാം. ഹാപ്പിയാണ്, പടത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാർ വരുന്നുണ്ട്, തിയേറ്ററിൽ റെസ്പോൺസ് വരുന്നുണ്ട്, ചിരി വരുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെയും പ്രശാന്ത് ചേട്ടൻ്റെയും ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് ആൾക്കാർ എടുത്ത് പറയുന്നു. കാരണം ജഗദീഷ് ചേട്ടന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നെ അവർ മൂക്ക് കയറിട്ട് കറക്റ്റ് നിർത്തിയെ കാണുന്ന ആൾ ഇൻ്റർവ്യൂസിലും പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഓഡിയൻസിന് ഒരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. ഇൻ്റർവ്യൂവിലാണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കറക്റ്റ് മീറ്ററിന് അപ്പുറത്തേക്ക് പോകാൻ ആരെയും അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടനായാലും ജഗദീഷ് ചേട്ടനൊക്കെ ആയാണേലും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പക്ഷെ അവരെ എങ്ങനെയാണ് വരച്ച വരെ നിർത്തിയത്? അത് ഈ പടം അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോഴും അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട് നമ്മുടെ ഉള്ളിൽ.
അപ്പോൾ ആ മീറ്ററിൻ്റെ പുറത്തേക്ക് പോവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് അവർക്കും കൂടെ അവരെ പ്രേക്ഷകർ കാണുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവം കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷേ അതിനെ നമ്മളെപ്പോഴും ലിമിറ്റ് ചെയ്ത ഒരു റിയലിസ്റ്റിക് പരിപാടി പിടിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ ഹാപ്പി ആയിട്ട് അത് പറയുന്നു, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനെ നോട്ടീസ് ചെയ്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കോമഡി ജോണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡയലോഗ് റെൻഡർ ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിൻ്റെ മീറ്റർ ആണെങ്കിലും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ഭയങ്കര കണിശമായിരുന്നു എന്നുള്ളത് സത്യമാണ്. സോ അത് തിയേറ്ററിൽ നല്ല രീതിയിൽ വർക്കാവുമ്പോഴാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉള്ളത്. സോ ആളുകൾ മാത്രമല്ല, ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും കഴിഞ്ഞ പടത്തിൽ നമ്മൾ ഡീറ്റ വില്ലേജ് അതിൽ ചെയ്ത എല്ലാവർക്കും നമ്മൾ ട്രെയിനിങ് ചെയ്ത് അവരുടെ ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റർ സെറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ പറയണ പോലത്തെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അവരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ പറയുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അവരും ഹാപ്പിയാണ്. ഇന്നിപ്പോൾ ജഗദീഷ് ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് റിവ്യൂസൊക്കെ കണ്ടിട്ട് വിളിച്ചായിരുന്നു. പിന്നെ ശരിക്കും ഇതിൽ ഇത് പടം ഇറങ്ങിയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ നമ്മൾ പണ്ടത്തെ ഓരോ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഓർമ്മിക്കുന്നത് പോലെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രത്യേകം മനസ്സിലായോ എന്നുള്ള അത് ശരിക്കും അതിങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ ഹോണ്ട് ചെയ്ത് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ അത് എഴുതി ചേർത്തത്? അത് ഓർഗാനിക്കലി വന്നതാണ്. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഇപ്പോൾ മനസ്സിൽ ക്ഷമിക്കച്ച എന്ന് പറയുന്ന ഡയലോഗ് അത് നമ്മൾ എഴുതിയതാണ്, ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അത് ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ പുള്ളിക്ക് ഇംപ്രവൈസേഷൻ ഒരു ആഗ്രഹമുള്ള ആളൊരു ബേസിക് റൈറ്ററാണല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, ഒരു സീൻ വരുമ്പോൾ സാർ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊള്ളാലോ എന്ന് തോന്നി. ഞങ്ങളപ്പോൾ സ്ക്രിപ്റ്റിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഗ്രാജുവലി ഓരോ സീൻ എടുക്കുമ്പോൾ അതിങ്ങനെ കൂടി വന്നതാണ്. അതിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു മനസ്സിലായില്ലേ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നമുക്കത് നമ്മളതിനെ കൃത്യമായിട്ടും ജഡ്ജ് ചെയ്തു. അത് പടത്തിൽ കൃത്യമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതൊക്കെ പടത്തിൽ ഈ 90s ഇപ്പോൾ കാണുന്ന പോലെയുള്ളൊരു വൈബ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ ഇന്ദ്രൻ സൈഡിന് നമ്മൾ ആരും കാണാത്തൊരു സസ്പെൻസാണ് ഈ മൂവിയിൽ. അത് സ്പോയിൽ ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു സസ്പെൻസൊക്കെ അത് പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ പിടിച്ചു നിർത്താൻ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്? ഇന്ദ്രൻ ചേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം. പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവരെ പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ ഇന്ദ്രൻ ചേട്ടൻ ആഫ്റ്റർ ബാക്ക്ഗ്രൗണ്ടിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഒരു കുട്ടി സീനിലെ ഒരു ഡയലോഗേ ഉണ്ടാവുള്ളൂ പുള്ളിക്ക്, ബാക്കിയൊക്കെ ചെയ്യുന്നത് മേജർ കുടുംബാംഗങ്ങളായിരിക്കും. പക്ഷെ ആ ഡയലോഗ് പഞ്ചാവും. ആ രീതിയിലാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ക്ഷമിക്കച്ച എന്ന് പറയുന്ന ഡയലോഗ് ഹൈലൈറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിൽ ഒന്നിലധികം സീനിൽ അദ്ദേഹം ടു ദ എൻഡിൽ മാത്രമായിരിക്കും ആ ഡയലോഗ് പറയുന്നത്. അപ്പോൾ അത്ര സ്പേസ് ഉള്ളെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പ്ലേയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് പടത്തിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭീമൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ പേരാണ് മൊത്തം ഭീമൻ. നേരത്തെ ഞാൻ ചോദിച്ചല്ലേ, ഭീമന് ശരിക്കും അതൊരു ഇത് ചർച്ച ചെയ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണോ ഇന്ദ്രൻ സൈഡിന് തന്നെ ആ പേര് കൊടുക്കാൻ കാരണം ഭീമൻ? ഞങ്ങൾ ഈ പടം എഴുതുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാർ ജഗദീഷ് ശ്രീകുമാർ, മാളച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ ഈ കഥ എഴുതി സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കുറേ ആൾക്കാർ മിസ്സിങ് ആണ് നമ്മുടെ മുന്നിൽ. അപ്പോഴാണ് ജഗദീഷ് ചേട്ടനൊക്കെ ഓർമ്മ വരുന്നതും. പിന്നെ പ്രശാന്ത് ചേട്ടൻ നമ്മളെ ഡീറ്റ വില്ലേജ് കണ്ടോട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു പൊട്ടൻഷ്യൽ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ലല്ലോ, ആളെ കൊണ്ട് ചെയ്യിക്കാമെന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഞങ്ങളിരുന്ന ഒരു കോമൺ ഡിസ്കഷനിലാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ പേര് വരുന്നത്. ഇന്ദ്രൻ ചേട്ടനെ അപ്പോൾ ഭീമനാക്കിയാലോ, മൂത്ത ആളാക്കിയാലോ എന്നുള്ളൊരിത്, ആ ഒരു ഐറണി ഭയങ്കരമായിട്ട് വർക്കാവുന്നു തോന്നി. ഭീമൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഭീമൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. ഭീമൻ്റെ നമ്മൾ പറയുമ്പോൾ ഭീമൻ ശക്തിമാനായിട്ടുള്ള, ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും ഭയങ്കര ശക്തിയുള്ള, പക്ഷെ മെൻ്റലി ഭയങ്കര അച്ഛനോട് കൂടുതൽ അടുപ്പമുള്ളതാണ് മഹാഭാരതത്തിലാണേലും ഭീമൻ. മഹാഭാരതത്തിലും ഭീമൻ ഇത്ര ശക്തനാണെങ്കിലും ഇമോഷണലി പുള്ളി കുറച്ച് ഇമോഷണലാണ് പുള്ളി. അത് ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിലും അത് പടം കണ്ടവർക്ക് അത് മനസ്സിലാവും. ആ ഒരു കണക്ഷൻ പിടിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ അങ്ങനെ ഇപ്പോൾ പഴയ പടങ്ങളിലൊക്കെ ബോഡി ഷേമിങ് പരിപാടികളുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലും ടച്ച് ചെയ്യാതെയാണ് നമ്മളിത് മേക്ക് ചെയ്തേക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനാണ് ഞങ്ങൾ ഭീമനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പടത്തിൽ കൃത്യമായിട്ടും വർക്കൗട്ടായിട്ടുണ്ട്.
ദെൻ ഞങ്ങൾ പറഞ്ഞല്ലോ അത് പഴയകാല നടന്മാരുടെ ഒരു സങ്കല്പത്തിലാണ് ഇതിൻ്റെ ഡയലോഗ് റൈറ്റിംഗ് നടക്കുന്നത്. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ചേട്ടനാണെങ്കിലും പ്രശാന്ത് ചേട്ടനാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യാം. പ്രിയദർശൻ സാറൊക്കെ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് കഥകൾ ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഞങ്ങൾ ഈ സിനിമ എഴുതിയിട്ട് ഞങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തേക്കുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ട്രിബ്യൂട്ടുണ്ട്. ആ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞങ്ങൾ ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും ഈവൻ പ്രശാന്ത് ചേട്ടനാണെങ്കിൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റിയത്. കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു 90s മൂവി ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്നൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത്തരത്തിലുള്ള ചിന്തകളോ ഒക്കെ തിയേറ്ററിൽ വർക്കൗട്ട് ആകുമ്പോൾ അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു എന്താ പറയുക ത്രെഡ് തന്നെയാണ് ഈ മൂവിയിൽ ഉള്ളത്. പക്ഷേ അത് വേറെ രീതിയിലാണ്. ഇത് കുറച്ച് നർമ്മം കലർത്തിയിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ആ മൂവി അങ്ങനെയല്ല. ശരിക്കും അതൊക്കെ ആ സിനിമ കണ്ടപ്പം നമ്മുടെ മൂവിയായിട്ട് ഇത് റിലേറ്റ് ആണ്, അങ്ങനെ തോന്നിയിരുന്നു. ആക്ച്വലി പടം നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ്, യാദൃശികമായിട്ട് വന്നു പെട്ടതാണ്. ഒരു പടത്തിന് 2 കണ്ടൻറ്റും കോമൺ ആയിട്ട് വരുന്നത്. ബട്ട് അത് ആ പടം നമ്മൾ കണ്ടതാണ്. അത് കുറച്ച് സീരിയസ് വേർഷനാണ്. അതും ഇതും രണ്ടും തന്നെയാണ്, 2 പടങ്ങൾ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ സിനിമ എഴുതാൻ തീരുമാനിക്കുന്ന പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമുണ്ട്. പ്രിയപ്പെട്ട പപ്പൻ സിദ്ദീഖ് സാറൊക്കെ അവരുടെയൊക്കെ കഥകൾ അല്ലെങ്കിൽ ആ ഫോർമാറ്റ് നമുക്ക് ഉറപ്പായിരുന്നു. ഇതുപോലെ സിനിമകളും കഥകളും വന്നു കഴിഞ്ഞതാണ്. പക്ഷേ അത് എങ്ങനെ പുതിയ രീതിയിൽ പറയാം. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ 90s വേണ്ടിയുള്ള ഒരു സിനിമയായിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തേക്കുന്നത്. 90s ഫോർമാറ്റാണ് ഉള്ളത്. അപ്പോൾ കഥയും അത് തന്നെയാണ്. പക്ഷെ പറയുന്ന രീതി നമ്മൾ കുറച്ചും കൂടെ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ അപ്രോച്ചും പുതിയ ജഗദീഷ് ചേട്ടനും പുതിയ ഇന്ദ്രൻ ചേട്ടനെയൊക്കെ വെച്ച് അപ്രോച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മൂവി ആണെങ്കിലും ഒരു 90കളിലെ മൂവി തന്നെയായിരുന്നു. ഇതിലെ ഡയലോഗിൻ്റെ കാര്യം ഡയലോഗ്സിൻ്റെ കാര്യം ഇപ്പോൾ ഡയലോഗ്സ് കുറച്ച് പ്ലാസ്റ്റിക് ആണ്. അത് കുറച്ച് മേലെ നിൽക്കുന്ന മീറ്ററിലാണ് എഴുതിയേക്കുന്നത്. പക്ഷേ പെർഫോമൻസ് നമ്മൾ കുറച്ച് ലൈവായിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് മീറ്റർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് പടം. ആക്ച്വലി നമ്മളുടെ ആ ഒരു ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ട് 90s. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടേക്കുന്നത് പുതിയ കാലത്തിൻ്റെ ഒരു നറേഷനാണ് പടത്തിൽ. സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള സിനിമയെ വളരെ റിയലായിട്ട് നമുക്ക് പറയാൻ ശ്രമം നടത്തിയേക്കാണ്. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ആളുകൾ സ്വീകരിക്കുന്നത്, ചിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിവാർ എന്ന മൂവിയിൽ അശോകൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച വൈഷ്ണവാണ്. ഹലോ, നമസ്കാരം. പടം നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുകയാണ്. അതിലൊരു കോമഡി റോളാണ്. എങ്ങനെ ഉണ്ടായത്? ഹാപ്പിയാണോ മൊത്തത്തിൽ? ഹാപ്പി തന്നെയാണ്. കാരണം നമുക്കൊരു അവസരം കിട്ടി. നമ്മളോട് പറഞ്ഞ കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ആൾക്കാരും പറയുന്നുണ്ട്. നമുക്കൊരു സന്തോഷമുണ്ട്. പടപ്പം ഇറങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു. നല്ല അഭിപ്രായമാണ്. ഫാമിലിക്ക് കൂടുതലായിട്ട് പടം വർക്കാവുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടം അറിയാമല്ലോ, എപ്പോഴും വയലൻസും കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടം ചർച്ച ചെയ്യപ്പെടുന്നു. അതിനിടയ്ക്ക് ആൾക്കാർക്ക് ഒരു ചൂടുള്ള സമയത്ത് മഴ പെയ്യുന്ന പോലെ ഒരു നല്ലൊരു കോമഡി പടം കിട്ടി. അശോകൻ എന്ന കഥാപാത്രത്തെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണോ? സന്തോഷമാണ് ഭയങ്കരമായിട്ട്. കാരണം വേറൊന്നുമില്ല, ഇപ്പം ഫാമിലിക്ക് പടം കൂടുതലായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ ചെയ്ത റോളും അങ്ങനത്തെ ഒരു റോളാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് ത്രൂ ഔട്ടൊരു ക്യാരക്ടറാണ്. എന്നാൽ ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട്, നല്ലത് വിളിച്ച് പറയുന്നുണ്ട്. പുറത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും GCCയിലുള്ള ആൾക്കാരാണെങ്കിലും അവിടെ നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെയായാലും. ഇനി മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം. പരിവാർ എന്ന സിനിമയിൽ കേശവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മീനരാജ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഫാലിമിക്ക് ശേഷം വരുന്ന മൂവിയാണ് പരിവാർ. എത്രത്തോളം ഹാപ്പിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോൾ? തീർച്ചയായിട്ടും ഫാലിമിക്കേഷൻ ഞാൻ 2-3 സിനിമ ചെയ്തു. നമ്മുടെ ED അതൊക്കെ ചെയ്തു. ED ചെയ്തു, രേഖാചിത്രം ചെയ്തു. അതിലേറ്റവും കൂടുതൽ ഫാലിമിയിലെ ആ ഒരു മുത്തച്ഛനിൽ നിന്നൊരു ബ്രേക്ക് തരുന്ന സിനിമയല്ലേ ഇത്? തീർച്ചയായിട്ടും. അത് എന്ന് വെച്ചാൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ആ പ്രായമുള്ള വേഷത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെ തളച്ചിടാവുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എനിക്ക് വന്ന പല കഥാപാത്രങ്ങളും അതിനെ ഇത് വെച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും വന്നപ്പോൾ പ്രായം അതാണെങ്കിലും എൻ്റെ പ്രായം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പ്രായം അതാണെങ്കിലും 2 തരത്തിൽ ഫാലിമിക്കേഷൻ വന്ന ഇത് നല്ല സ്പേസുള്ളതാണ്. അപ്പോൾ ഈ കഥ കുട്ടികൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ചെയ്യാം. ഞാൻ ഈ സിനിമയിലേക്ക് തന്നെ ജഗദീഷ് സാറാണ്, ഞങ്ങൾ ഫാലിമിയുള്ള ബന്ധം കൊണ്ട് അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്ത് വന്നു. കഥയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കതിൽ താല്പര്യം തോന്നി. എന്തായാലും പടം കണ്ടപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് എനിക്ക് സാധ്യതയുള്ളൊരു കഥാപാത്രമാണ്. സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ എനിക്ക് സാമാന്യം നല്ല സ്പേസുണ്ട്. എന്നെ ആളുകൾ ഒന്നുകൂടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില കൗണ്ടറിലൊക്കെ ആളുകൾ ചിരിക്കുന്നുണ്ട്. നല്ല കൗണ്ടറായിരുന്നു. ചെറിയച്ഛനായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നല്ല മനസ്സിനൊരു ഉടമയാണ്. ചെറിയച്ഛൻ ഇത് 2 മുഖമാണ്. ഒന്നുകിൽ ചില സമയത്ത് കൃഷ്ണനെ പോലെയാണ്, ചില സമയത്ത് ശകുനിയെ പോലെയാണ്.
അപ്പോൾ ആത്യന്തികമായി നന്മയുള്ള ആളാണ്. കാരണം കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നന്മ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കൗതുകമുള്ള കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് ആസ്വദിച്ച് ചെയ്യാനൊത്തു. ഇപ്പോൾ കണ്ട വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരും കൂട്ടുകാരും പരിചയമുള്ളവരൊക്കെ വിളിച്ച് പറയേണ്ടത് നന്നായിട്ടുണ്ട്. ശാലിനി കഴിഞ്ഞു വന്ന ഈ കഥാപാത്രങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ്. സിനിമയും നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ കാണുമ്പോൾ ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. എന്തായാലും ആ ഒരു സന്തോഷം സ്വാഭാവികമാണല്ലോ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ. പ്രത്യേകിച്ച് ആ 2 ചെറുപ്പക്കാർ സംവിധായകരെ ഇത്തരം ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ തന്നെ അഭിനയിക്കാൻ വരുന്നത് ചെറുപ്പക്കാരായതുകൊണ്ടും അതുകൊണ്ട് അവരുടെ എല്ലാ പരിധികളും പരിമിതികളും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുകയാണ്. കാരണം ചെറുപ്പക്കാർ വരട്ടെ, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കേരളത്തിലെ ജനങ്ങളും സിനിമാപ്രേമികളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. പരിവാറിൽ മിനിമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഭാഗ്യയാണ് എന്നോടൊപ്പം ഉള്ളത്. ഭാഗ്യ, എന്തുണ്ട്? കഥാപാത്രമൊക്കെ നൈസായിട്ടുണ്ട്. എല്ലാവരും എന്താ അഭിപ്രായം പറയുന്നത്? എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി മിനിമോളുടെ കഥാപാത്രം. സോ വെരി ഹാപ്പി. ഇപ്പോൾ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെയും സന്തോഷമുണ്ട്. കുടുംബ പ്രേക്ഷകർ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു മൂവിയാണ്. ശരിക്കും കുടുംബ പ്രേക്ഷകരെല്ലാം വന്ന് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായും കുടുംബ പ്രേക്ഷകർ തന്നെയാണ് സിനിമ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നതും. ഏത് തിയേറ്റർ നോക്കുമ്പോഴും എപ്പോഴും ഒരു ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്ന് കാണുന്നത്. സോ അതെ. പരിവാർ എന്ന മൂവിയിൽ നിഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉണ്ണിമായയാണ് എന്നോടൊപ്പം ഉള്ളത്. ഹാപ്പിയാണോ? നല്ല ഹാപ്പിയാണ്. നല്ല റെസ്പോൺസസ് കിട്ടുന്നു. സിനിമേനെ പറ്റിയും കിട്ടുന്നു, ക്യാരക്ടറിനെ പറ്റിയും കിട്ടുന്നു. അതൊരു ഡബിൾ ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച നിശ്ചയമാണ് ഇതിനു മുൻപ് എല്ലാവരും ആഘോഷിച്ചൊരു കഥാപാത്രം. അതിനുശേഷം ഉണ്ണിമായക്ക് കിട്ടിയ ഈ ഒരു കഥാപാത്രം നല്ലൊരു ബ്രേക്ക് ആയിരിക്കും അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച ഇഷ്ടത്തിൽ ഇപ്പോൾ ത്രൂ ഔട്ട് നല്ല ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വരുന്ന സിനിമകളും നല്ല ക്യാരക്ടറാണ്. ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂവെങ്കിലും ക്യാരക്ടർ വൈസ് നല്ല ക്യാരക്ടേഴ്സായിട്ട് കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ട, അഴിഞ്ഞാടാൻ പറ്റുന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കിട്ടുന്നു. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജൊക്കെ അയച്ചിരുന്നു. സിനിമയൊക്കെ കണ്ടിട്ട് കുടുംബ പ്രേക്ഷകർ ഒരുപാട് ആകർഷിക്കുന്ന ഒരു 90s കൊണ്ടുപോകുന്ന ഒരു മൂവിയാണിത്. എല്ലാവരും അങ്ങനെയാണോ അഭിപ്രായം പറഞ്ഞ സിനിമ കണ്ടിട്ട്? ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിൽ വയലൻസിൻ്റെയും ഡ്രഗ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു അതിപ്രസരം ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കുടുംബമായിട്ട് ചെറിയ കുട്ടികളെയും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെയും വന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ സന്തോഷം. ഏതായാലും നല്ല വിജയമാവട്ടെ സിനിമ. താങ്ക് യു. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട് ഇനി കാണാനുള്ള? പ്രേക്ഷകർ ഇനിയും പടം കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ പരിവാരം കാണാൻ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് കാണാൻ. എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിയലൈസേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണാം. നമ്മുടെ നിഷ ക്യാരക്ടർ ചെയ്ത ഉണ്ണിമായയുടെ മോനാണ്. അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ടാണ് ഈ കേക്ക് സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നത്. മൂന്ന് ദിവസമായി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓഡിയൻസ് വന്നു തുടങ്ങുന്നു. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ അത്യാവശ്യം ഹൗസ്ഫുള്ളായിട്ട് ഷോസ് പോയി. ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഫാമിലീസ് വരാൻ ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് അറിയാം. എന്നാലും മാക്സിമം നല്ല പടങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ വന്ന് തിയേറ്ററിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ഉറപ്പായിട്ടും ഫാമിലിയോട് വരാം, ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് ആഘോഷിച്ച് അതെ, പോകാൻ പറ്റും. സ്വന്തമായിട്ട് ഇതിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ജെനുവിൻ പടമാണെന്ന് തോന്നുകയാണ്, ജെനുവിനായിട്ട് ഇതിന് നല്ല റെസ്പോൺസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. OTT വരാൻ വെയിറ്റ് ചെയ്യും.